ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതുമായ ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണ് ദൂത് പേട അഥവാ മിൽക്ക് പേട. ഈ സ്വീറ്റ് ബേക്കറികളിലൊക്കെ അവൈലബിൾ ആണ്. പലപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ അധികം ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാം. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഇതുണ്ടാക്കാം. മിൽക്ക് പൗഡറും കണ്ടൻസ് മിൽക്കും ബട്ടറും മാത്രം മതി. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്താഷ്യോയും വേറൊരു ഫ്ലേവർ കൊടുക്കാൻ അല്പം കൊക്കോ പൗഡറും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 30 ദൂത് പേട ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് നോൺ ഫാറ്റ് ഡ്രൈ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ക്യാന് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, ഇത് 14 ounce ആണ്. കുറച്ച് പിസ്താഷ്യോയും 113 ഗ്രാം നോൺ സാൾട്ടഡ് ബട്ടറും ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ പല ബ്രാൻഡിലുള്ള നോൺ ഫാറ്റ് ഡ്രൈ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത് 2 തരത്തിലുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ മൈക്രോവേവ് ഉപയോഗിച്ചും അതുപോലെ നമ്മുടെ സാധാരണ അടുപ്പിൽ വെച്ചും ഇതിനെ തയ്യാറാക്കാം. ഞാനിപ്പോഴിവിടെ കാണിക്കുന്നത് മൈക്രോവേവ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ട് ബട്ടർ ഒരു മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിൽ, ഒരല്പം വലിപ്പമുള്ള സാമാന്യം വലിപ്പമുള്ള പാത്രത്തിൽ ബട്ടർ മെൽറ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ബട്ടർ ഉരുക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം കണ്ടൻസ് മിൽക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് പൗഡറും കണ്ടൻസ് മിൽക്കും ബട്ടറും ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കൊരു 1 മിനിറ്റ് നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്യാം. മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് എല്ലാം കൂടെ ചേരും. ഓരോരുത്തരുടെയും മൈക്രോവേവിൻ്റെ ശക്തിക്കനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് സമയം വേണ്ടത്. മിൽക്ക് പൗഡറും ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു. ഇതിനെ 1 മിനിറ്റ് ഇനി ഒന്ന് മൈക്രോവേവ് ചെയ്യണം. ആ മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഒരു മിനിറ്റ് ഇത് മൈക്രോവേവ് ചെയ്തു. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ആ ബട്ടറും ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൈക്രോവേവിൽ വെക്കണം. ഇനി ഒരു 2 മിനിറ്റോളം ഇതിനെ മൈക്രോവേവ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയും വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്യണം 1 മിനിറ്റും കൂടി. എന്നിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഞാൻ കൊക്കോ പൗഡർ ഇട്ടും ഇല്ലാതെയും 2 രീതിയിലാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഹാഫ് കൊക്കോ പൗഡറിന് വേണ്ടി മാറ്റിയിട്ട് ഹാഫ് അല്ലാതെ ഉണ്ടാക്കുകയാണ്. ചൂടധികം പോകുന്നതിന് മുന്നേ തന്നെ ഇത് ഷേപ്പ് ചെയ്യണം. പക്ഷെ ഇത്രയും ചൂടിൽ കൈയിടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പകുതി ഭാഗത്തിൽ ഞാൻ കൊക്കോ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. ചൂടോടെ തന്നെ ഇതിനെ ഷേപ്പ് ചെയ്യണം. 1 സ്പൂണിൽ ഈ മിക്സ് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. അല്പം ചൂട് കൈവെള്ളയിൽ തോന്നും, നല്ല സാരമില്ല. എന്നിട്ട് ഒരല്പം ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഇതിപ്പോൾ സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു പിസ്താഷ്യോയുടെ ഒരു പീസ് വയ്ക്കുക. നമുക്കിത് ഏത് ഷേപ്പിലും ഉണ്ടാക്കാം. പക്ഷേ ഈ ഷേപ്പാണ് സാധാരണ കാണാൻ നല്ല ഭംഗിയുള്ളത്. ഇപ്പോഴിത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചൂട് മാറുമ്പോഴത്തേക്ക് ഇത് ഹാർഡാകും.
ചൂടാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം. കയ്യിലൊരല്പം ചൂട് പറ്റും, പക്ഷേ എന്നാലും അത് ടോളറേറ്റ് ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. അത് നന്നായിട്ട് റോൾ ചെയ്തെങ്കിലേ ആ സർഫേസ് നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ. പിസ്താഷ്യോ പ്രസ് ചെയ്ത് വയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളകിപ്പോരും ചൂട് പോകുമ്പോൾ. കൊക്കോ പൗഡർ ചേർത്ത ദൂത് പേടയാണിത്. ഞാനതിനകത്ത് ഈ ബ്രാൻഡിലുള്ള കൊക്കോ പൗഡറാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ചേർത്തു ഇതിൽ. ഇനി ഇതിനെയും നമുക്ക് മറ്റതിനെ പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. 1 സ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കയ്യിൽ റോൾ ചെയ്യുക. വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പം ലഞ്ച് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ കൊക്കോ പൗഡർ ചേർത്തത് ആ ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടം വരും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നിങ്ങളത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയവും മതി. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ്സ് ഇടാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.